വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു ഗെയിം ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഗെയിം ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇന്ന് എന്ത് ഗെയിമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ സ്നേക്ക് ആൻഡ് ആപ്പിൾ ഗെയിമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ട് കോഡുലർ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആദ്യം വരുന്ന ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് ആപ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഇത് സ്നേക്ക് ആൻഡ് ആപ്പിൾ എന്ന് കൊടുക്കുകയാണ്. സോ ഇവിടെ സ്പേസ് ഒന്നും പാടില്ല. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടിക്കാം. എന്നിട്ട് ഫിനിഷ് ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മൾ പ്രൊജക്റ്റ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾക്ക് ഇനി ക്യാൻവാസ് വേണം. അപ്പോൾ എന്താണ് ക്യാൻവാസ് എന്ന് അറിയാൻ വേണ്ടി പറയുകയാണ്. അതായത് നീക്കാൻ പറ്റുന്ന ഇമേജ് വയ്ക്കാൻ പറ്റുന്ന സ്ഥലമാണ് ക്യാൻവാസ്. നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യാണ് ക്യാൻവാസ് എന്ന്. ഓക്കെ, ഇവിടെ ക്യാൻവാസ് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ക്യാൻവാസ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഫിൽ പാരൻ്റ് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് വേണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസിനെ വെക്കാനാണ്. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വിഡ്ത്ത് ഫിൽ പാരൻ്റ് ആക്കി കൊടുക്കുകയാണ്. ഹൈറ്റ് ഓട്ടോമാറ്റിക് ഇരിക്കട്ടെ, നമ്മൾ ബട്ടണിൻ്റെ ഹൈറ്റായി മാറിക്കോളും. എന്നിട്ട് നമുക്കിനി 4 ബട്ടൺ വേണം. അപ്പ്, ഡൗൺ, റൈറ്റ്, ലെഫ്റ്റ്. നമ്മൾ ബട്ടൺ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ 4 ബട്ടണും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാത്തിനും വിഡ്ത്ത് ഫിൽ പാരൻ്റ് ആക്കി കൊടുക്കുക. അത് അതിൻ്റെ സ്ഥലത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാം ഫിൽ പാരൻ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് മാറ്റാം. ഇവിടെ അപ്പെന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഡൗൺ എന്ന് കൊടുക്കാം. ഇവിടെ ലെഫ്റ്റ് എന്ന് കൊടുക്കാം. ഇവിടെ റൈറ്റ് എന്നും കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കളറൊക്കെ വേണമെങ്കിൽ മാറ്റാം. ഇപ്പം ഞാൻ മാറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നീങ്ങാൻ പറ്റുന്ന ഇമേജിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ക്യാൻവാസിലേക്ക്. അതിൻ്റെ പേര് ഇമേജ് സ്പ്രൈറ്റ് എന്നാണ്. നമ്മളിപ്പോൾ ഇമേജ് സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഇമേജ് സ്പ്രൈറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് ഇമേജ് സ്പ്രൈറ്റ്. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്തും ഹൈറ്റൊക്കെ കൺട്രോൾ ചെയ്യാം. ഹൈറ്റ് ഒരു 50ഉം വിഡ്ത്ത് ഒരു 100ഉം ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ പിക്ചർ അപ്ലോഡ് ചെയ്യാം. അസറ്റ്സിൽ പോയിട്ട് അപ്ലോഡ് അസറ്റ്. നമ്മൾ നമ്മളുടെ പാമ്പിൻ്റെ പടം അപ്ലോഡ് ചെയ്യാണ്. എന്നിട്ട് എടുത്ത് പിക്ചർ ഇതാക്കി മാറ്റുകയാണ്. ഓക്കെ, അത് സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ ആപ്പിൾ വയ്ക്കാം. നമ്മളിവിടെ ബോൾ എന്ന് സെർച്ച് ചെയ്യുക. നമ്മളിപ്പോൾ ആപ്പിളിൻ്റെ പടം കയ്യിലില്ലാത്തതുകൊണ്ട് ബോൾ വെച്ചാണ് ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീക്കാൻ പറ്റുന്ന ബോളാണ്. അതിൻ്റെ റേഡിയസ് ഒന്ന് കൂട്ടി കൊടുക്കാം. റേഡിയസ് ഒന്ന് 10 ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കിതിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റാം.
ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇത് തോറ്റാൽ, ഇപ്പോൾ ഈ പാമ്പ് സൈഡിലിടിച്ചാൽ തോക്കുമല്ലോ, അപ്പോൾ നമ്മളൊരു പുതിയൊരു സ്ക്രീൻ ഉണ്ടാക്കണം. അപ്പോൾ തോറ്റു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം, എന്നിട്ട് പുതിയ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഗെയിം, അതിനൊരു സ്ക്രീൻ വേണം. ആ സ്ക്രീനാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീൻ. നമ്മളിവിടെ ഇത് സെൻറ്ററാക്കി കൊടുക്കുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നിർബന്ധമില്ല. എന്നിട്ട് നമ്മളിവിടെ ഒരു ലേബൽ കൊടുക്കുക, യു ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ലേബൽ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു ബട്ടൺ, എന്ന് വെച്ചാൽ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാനാണ്. നമുക്കിതിൻ്റെ ടെക്സ്റ്റൊക്കെ മാറ്റാം. നമുക്കിതിൻ്റെ ടെക്സ്റ്റ് യു ലോസ് എന്ന് പറഞ്ഞിട്ടാക്കാം. എന്നിട്ട് ഈ ബട്ടൻ്റെ അതേപോലെ തന്നെ റീസ്റ്റാർട്ട് ഗെയിം ആക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഫോൺ സൈസ് ഒരു 30 കൊടുക്കുകയാണ്. റീസെറ്റ് ഗെയിം അത് തന്നെ മതി. കളർ മാറ്റാം നമുക്ക്. ഞാൻ ഒരു പച്ച കളറാക്കാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കോഡിംഗ് സെക്ഷനിലേക്ക് കിടക്കാം നമുക്കിനി. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി വേണം, ഞാൻ അത് മറന്നുപോയി. നമുക്കിവിടെ നമ്മളുടെ മാർക്ക് എഴുതി കാണിക്കാനുള്ളത്, എത്ര ആപ്പിൾ തിന്നു എന്നുള്ള, അല്ലെ മാർക്ക് ഇവിടെ എഴുതി കാണിക്കാനുള്ള ഒരു ലേബലിൻ്റെ ആവശ്യമുണ്ട്. നമ്മളിവിടെ അത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് സ്കോർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് കോഡിംഗ് സെക്ഷനിലേക്ക് കിടക്കാം. നമ്മൾ ബ്ലോക്സിൽ പോവുകയാണ്. ഓക്കെ, ഇനി നമുക്കിനി ഡയറക്ഷൻ മാറ്റാം. ബട്ടൺ 1 എന്ന് വെച്ചാൽ ബട്ടണാണ്, അപ്പം മേളിലേക്ക് പോകണം. നമുക്കിത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡയറക്ഷൻ 90 ഡിഗ്രിയിലേക്ക് തിരിക്കണം. അതാണ് അപ്പ് ഡയറക്ഷൻ്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 90 ഡിഗ്രിയിലേക്ക് തിരിക്കുകയെന്ന് വെച്ചാൽ, ഇതിന് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഹെഡിങ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നമുക്ക് ഈ ഇമേജ് സ്പ്രൈറ്റിൻ്റെ ഹെഡിങ് 90 ഡിഗ്രിയാക്കി കൊടുക്കാം. ഇവിടെ ഹെഡിങ് കാണാണ്ട്, അത് നമ്മൾ 90 ഡിഗ്രിയാക്കി കൊടുക്കുക. ഓക്കെ, ഇനി ബട്ടൺ 2, അതായത് അത് ഡൗൺ ആണ്, അത് 270 ഡിഗ്രിയാണ്. നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ബട്ടൺ 3 ആണ്, സോറി ബട്ടൺ 4 ആണ്, നമ്മൾ വെച്ചപ്പോൾ മാറിപ്പോയതാണ്, അത് ലെഫ്റ്റാണ്. എന്ന് വെച്ചാൽ അത് 180 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് റൈറ്റ് ബട്ടൺ, അതായത് 0 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്കിനി എന്തായി നോക്കാം. നമുക്കിത് നമ്മളുടെ കമ്പാനിയനിൽ റൺ ചെയ്ത് നോക്കാം. നമ്മളുടെ ഇമേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കമ്പാനി വർക്കായി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗെയിം. നമുക്കിനി എൻ്റെ ഡയറക്ഷൻ മാറ്റി വെക്കാം. ഓക്കെ, അതെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാമ്പ് നീങ്ങുന്നില്ല. അപ്പോൾ അതിനെന്താ പണിയെന്ന് വെച്ചാൽ, നമ്മളുടെ ഡിസൈനറിൽ പോയിട്ട് ഇവിടെ നമ്മളുടെ ഇമേജ് സ്പ്രൈറ്റ് ഇവിടെ കണ്ടോ, സ്പീഡ്, അതായത് ഇങ്ങനെ 1 സെക്കൻഡിൽ എത്ര പിക്സൽ ചലിക്കണം, അതാണിത്. അത് ഞാൻ ഒരു 5 ആക്കി കൊടുക്കുകയാണ്.
ഇനി ഇത്രയും കൂടി വേഗം ഉണ്ടാവും. കണ്ടോ? ഇപ്പം എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈ പാമ്പ് ഈ ആപ്പിളിൽ മുട്ടിയിട്ടും ആ ആപ്പിൾ മാഞ്ഞു പോകുന്നില്ല, ആപ്പിൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നുമില്ല. അപ്പോൾ അതാണ് പ്രശ്നം. നമുക്ക് അതിനി റിസോൾവ് ചെയ്യാം. ഓക്കെ, ഇനി ഇമേജ് സ്പ്രൈറ്റ് ബോളിൽ തട്ടിയാൽ അതിനുള്ള ഓപ്ഷനാണ് വേണ്ടത്. അത് കൊളൈഡഡ് വിത്ത് എന്നാണ്. ഇവിടെ നമ്മൾ വേറെ ഇമേജ് സ്പ്രൈറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും അത് തന്നെയാണ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ആ കൂടി ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അത് ഇടിച്ചാൽ നമ്മൾ മാർക്ക് കൂടണം. അത് മാത്രമല്ല, ആ ബോൾ വേറെ സ്ഥലത്തേക്ക് പോകണം. ഇത് രണ്ടും ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് മാർക്ക് കൂടാനുള്ള ഓപ്ഷൻ ചെയ്യാം. ഇനി നമുക്കിവിടെ ഒരു പുതിയൊരു വേരിയബിൾ തുടങ്ങണം. എന്തിൻ്റെയെന്ന് വെച്ചാൽ നമ്മുടെ സ്കോറിൻ്റെയാണ്. ആ സ്കോറിനെയാണ് നമ്മൾ പ്ലസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിപ്പോൾ നമ്മൾ വേരിയബിളിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേരിയബിളിന് ഈ ലേബലിന് ആ വേരിയബിൾ വെച്ച് കൊടുക്കാം. അതാണ് എളുപ്പം. ഓക്കെ, അത് സെറ്റായി. ഇനി ആ ബോൾ വേറെ സ്ഥലത്തേക്ക് പോകണം. നമ്മൾ അവിടെ ബോളിൽ പോയിട്ട് നമ്മൾ മൂവ് ടു അതെടുത്തിട്ട് ഇവിടെ മാത്തിൽ റാൻഡം ഇൻറ്റിജേഴ്സ് ഉണ്ടാവും, അത് 2 എണ്ണം എടുക്കുക. ടെക്സിൻ്റെയും വൈൻ്റെയും അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ 2 100 എന്നുള്ളതിന് പകരം ആ 100ൻ്റെ പകരം നമ്മൾ ഈ ക്യാൻവാസിൻ്റെ സൈസ് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ആദ്യത്തെ 100 പിക്സലിൽ മാത്രമേ വരുള്ളൂ, ബോൾ വേറെ എങ്ങോട്ടും പോകില്ല. നമ്മൾ അടിക്ക് പോയാൽ നമ്മളുടെ ഹൈറ്റും വിഡ്ത്തും കാണാം. ഹൈറ്റ് എന്ന് വെച്ചാൽ y ആണ്, വിഡ്ത്ത് എന്ന് വെച്ചാൽ x ആണ്. നമ്മളങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മളുടെ ഹൈറ്റും വിഡ്ത്തും വെച്ച് കൊടുത്തു. ഇനി നമുക്കിത് എങ്ങനെയാണ് പോകണമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ മാർക്കൊക്കെ കൂടുന്നുണ്ട്, നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സൈഡിൽ ഇടിച്ചാലും പാമ്പ് നിൽക്കുന്നില്ല, ഗെയിം ഓവർ ആവുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ സൈഡ് മാറ്റിയാൽ പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ പ്രശ്നം റിസോൾവ് ചെയ്യാം. നമ്മളിനി ഇമേജ് സ്പ്രൈറ്റ് എഡ്ജ് റീച്ച് എന്നൊരു ഫംഗ്ഷനാണ് വിളിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ സൈഡിൽ ഇടിച്ചാൽ എന്ത് സംഭവിക്കണമെന്നുണ്ട്, നമ്മൾ സ്ക്രീനിൽ പോയിട്ട് സ്ക്രീൻ മാറ്റണം. ഇപ്പോൾ ഇവിടെ ഓപ്പൺ അനദർ സ്ക്രീൻ എന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലോസ് ചെയ്താൽ ഏത് സ്ക്രീനാണോ ഉള്ളത് ആ സ്ക്രീൻ കൊടുക്കുക. നിങ്ങളിത് കാര്യമാക്കാനില്ല, അത് നമ്മളുടെ കമ്പാനിയനിൽ വരുന്നതാണ്. കാരണം സ്ക്രീനിൻ്റെ പേരൊന്നും കൊടുത്തിട്ടില്ല, അത് ഓട്ടോമാറ്റിക്കായി ഇപ്പോൾ തോറ്റിരിക്കുകയാണല്ലോ, അതുകൊണ്ട് വരുന്നതാണ്. നിങ്ങളത് കാര്യമാക്കാനില്ല. കണ്ടോ, അത് തോറ്റിരിക്കുന്നതുകൊണ്ടാണ്, നിങ്ങളത് കാര്യമാക്കാനില്ല. നമ്മളത് ഒന്ന് റീലോഡ് ചെയ്യാണ്.
ഓക്കെ, ഇനി നമുക്ക് സ്ക്രീൻ മാറ്റാനുള്ള കോഡ് അടിച്ചു കൊടുക്കാം. നമ്മളിവിടെ സ്ക്രീൻ 2 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം അത് സെറ്റായി. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്താ സംഭവിക്കണമെന്ന് നോക്കാം. കാര്യം തന്നെ നമ്മളുടെ ആപ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, മാർക്കൊക്കെ നന്നായിട്ട് കൂടുന്നുണ്ട്. നമുക്കിനി തോക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ലോസ് എന്നിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ റീസ്റ്റാർട്ട് ഗെയിമും കൂടി ചെയ്താൽ മതി. അതായത് ബട്ടൺ 1 ക്ലിക്ക് ചെയ്താൽ സ്ക്രീൻ 1 തന്നെ പോകണം. ഇനി ഇവിടെ സ്ക്രീനിൻ്റെ പേരടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, നമുക്കിത് റൺ ചെയ്ത് നോക്കാം. റീസ്റ്റാർട്ട് ഗെയിം അടിച്ചാൽ നമ്മൾ വീണ്ടും പഴയ കളിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, നമ്മളുടെ ഗെയിം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.